കോഴിക്കോട് ബീച്ച് സാധാരണ ആഘോഷങ്ങൾക്കെല്ലാം ആളുകൾ ഒത്തുകൂടുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഈ ബീച്ച് എന്ന് പറയുന്നത് അല്ലേ? അവിടെ ഏത് തരത്തിലാണ് ഒരുക്കങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? എത്ര മണിവരെ ആഘോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ? പ്രവിധ പുതുവത്സരാശംസകൾ തിരിച്ചും നേരുന്നു. കോഴിക്കോട് ബീച്ചിനെ സംബന്ധിച്ച് പറയാമെങ്കിൽ ഏറ്റവും കൂടുതൽ പുതുവത്സരാഘോഷത്തിന്റെ ഏറ്റവും നല്ല വൈബ് നമുക്ക് എല്ലാ കാലത്തും കാണാൻ കഴിയുന്ന ഒരിടമാണ് കോഴിക്കോട് ബീച്ച്. ഇപ്പം തന്നെ നമുക്ക് കാണാം, ഇപ്പോൾ തന്നെ ബീച്ചിലേക്ക് ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, ബീച്ച് നിറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. കർശന സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. 750 പോലീസുകാരെയാണ് കോഴിക്കോട് നഗരത്തിൽ മാത്രം സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. 7 DYSPമാരുടെ 7 ACPമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ വർഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിലെ പുതുവത്സര ആഘോഷം അതൊരു പ്രത്യേക വൈബാണ്. ഒരു 12 മണി ആ ഒരു സമയമാകുമ്പോഴേക്കെല്ലാം ആഘോഷം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കുറച്ച് ആളുകളുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. പുതുവത്സരം ആഘോഷിക്കാനാണോ വന്നത്? അതെ. ആഘോഷം വലിയ ആഘോഷം എന്ന് പറയാനായില്ല, ആൾക്കാർ കമ്മിയാണെന്നെ അഭിപ്രായം ഉണ്ട്. ഞങ്ങനെയൊക്കെ അത് വന്നോളും, കോഴിക്കോട് അങ്ങനെയാണല്ലോ, വന്നങ്ങ് കൂടിക്കോളൂ അല്ലേ. പക്ഷെ പരിപാടികളൊന്നും ഇല്ല എന്നാ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അതിനെ പറ്റി വല്ലതും അറിയോ? ഇല്ല, പരിപാടികളായിട്ട് അങ്ങനെയില്ല, എല്ലാവരും ഒത്തുകൂടി അങ്ങ് അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ. ആ ശരി, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞങ്ങൾ 2024 എങ്ങനെ ഉണ്ടായിരുന്നു? 2024 അടിപൊളിയായിരുന്നു. എന്താ 2024 പ്രതീക്ഷ? 2024 പ്രതീക്ഷ 25 പ്രതീക്ഷ എല്ലാവരും നല്ല നിലയിൽ, നല്ല സൗഹാർദ്ദത്തിൽ, നല്ല ഒത്തൊരുമയിൽ പോകണം എന്നുള്ള അഭിപ്രായമാണ്. എന്താണ് ആഘോഷിക്കാൻ തന്നെ വന്നത്? അതെ, ആഘോഷിക്കാൻ വന്നതാണ്. ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് വരികയാണ്. മഞ്ചേരി ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം പുതുവർഷം നന്നതായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ ബീച്ചിൽ? ഞങ്ങളിത് ന്യൂ ഇയർ കഴിയുന്നവരെ ഉണ്ടാവും. 12 മണിക്ക് ശേഷമേ പോവുള്ളൂ. അതെ, ഇതാണ് വന്നാണ് ഇത് കാണാൻ, ആഘോഷിക്കാൻ വന്നാൽ. അപ്പോൾ 12 മണിക്ക് ശേഷമേ പോവുള്ളൂ. അതെ, ഇവിടെ എത്തുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെയാണ് പറയാനുള്ളത്. അവരെന്തായാലും ആഘോഷിക്കാൻ വന്നാണ്. മുൻ വർഷങ്ങളിലൊക്കെ നമുക്കറിയാവുന്നതാണ് കോഴിക്കോട് ബീച്ചിലെ ഒരു കാഴ്ച. എന്ത് ആഘോഷമാണെങ്കിൽ പോലും വരുന്ന സമയത്തും അതൊരു പ്രത്യേക വൈബാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണ്. നമുക്കിവിടെ കുറച്ച് ചെറുപ്പക്കാരിരിക്കുന്നുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് അവരുടെ ഇന്നത്തെ ഒരു ആഘോഷം എന്നത്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ആഘോഷം? ആഘോഷം ഗംഭീരമാക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് വന്നത്. ഞങ്ങൾ മലപ്പുറത്തുനിന്ന് വരികയാണ്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് പരിപാടികളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എല്ലാവരും അങ്ങ് ആഘോഷമാക്കന്നെ, ഉള്ള നിലക്ക് എല്ലാവരും കൂടി ആഘോഷിക്കണം, അതാണ് ഞങ്ങൾ ഒന്ന് ഉഷാറാക്കണം എന്നുള്ള ഇതിലാണുള്ളത്. 2024 കുഴപ്പമില്ല, ഉഷാറായിരിക്കത്തായിരുന്നു. ഇനി 25 ഉഷാറാവട്ടെ. അതെ, ഇതിവിടെ ആഘോഷങ്ങളില്ല, അതാണ് ഞങ്ങൾ അവിടുന്ന് ഇവിടെ ഏറ്റവും വന്നിട്ടും ഇവിടെ പല ആഘോഷങ്ങൾ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് വന്നായിരുന്നു. പക്ഷെ എറണാകുളത്തൊക്കെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ആഘോഷം കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഇവിടെ ജനം നിറഞ്ഞോളും. കാരണം അങ്ങനെയാണ്, എല്ലാവരും അങ്ങ് ആഘോഷിക്കും. പൊതുവേ ഉള്ള രീതിയിൽ തന്നെ ആളുകൾ ഇപ്പോൾ നിലവിൽ ഈ ടൈമിൽ ഇപ്പോൾ ഉള്ളൂ. പ്രത്യേകിച്ചായിട്ട് ഒരു ആഘോഷത്തിന്റെ പരിപാടികൾ കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അതെന്തുകൊണ്ടാണ് സാധാരണ അവിടെ ഈ ബീച്ചിലൊക്കെ ഈ സംഗീത സന്ധ്യ അങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുള്ളതാണല്ലോ? ഇത്തവണ എന്തുകൊണ്ടാണ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തത്? ഏതെങ്കിലും അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പരിപാടികൾക്കൊക്കെയുള്ള സാധ്യതയുണ്ടോ? പ്രവിധ, നിലവിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ആളുകൾ എത്തി അവരെ ആഘോഷിച്ച് 12 മണിയാകുമ്പോൾ അവർ 1 മണി ആ സമയത്ത് ഇവിടെ ബീച്ചിൽ ആരും ഉണ്ടാവരുതെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ബേപ്പൂർ ഫസ്റ്റ് ആയിരുന്നു ഈ സമയത്ത് നടക്കേണ്ടിയിരുന്നത്, അത് മാറ്റിവെച്ചിട്ടുണ്ട്. അതിനിപ്പം ജനുവരി 3, 4, 5 തീയതികളിലാണ്. കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെയായിരുന്നു, ആളുകൾ കൂടി എല്ലാവരും ചേർന്ന് ആഘോഷമാക്കി അങ്ങ് പിരിയുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ തവണയും നമ്മൾ ഇവിടെ കോഴിക്കോട് കണ്ടിട്ടുള്ളത്. അതേസമയം തന്നെ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാണാൻ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് മാനാഞ്ചിറ ആണെങ്കിൽ, മാനാഞ്ചിറയിൽ ഇവിടെ കോഴിക്കോട് ബീച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ലൈറ്റും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, അതെല്ലാം ഇവിടെ പ്രകാശിക്കും. മറ്റൊന്ന് മാനാഞ്ചിറയാണ്. മാനാഞ്ചിറയിലും സമാനമായ രീതിയിൽ നമുക്കറിയാം, ഈ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ തന്നെ അവിടെ നിറയെ ലൈറ്റും LED ബൾബുകൾ അങ്ങനെ ഒരുപാട് ലൈറ്റുകളെല്ലാം വെച്ചിട്ടുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും അവിടെയുണ്ട്. അതെല്ലാം അവിടെ എത്തുന്ന ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയും. പറയാം, ഒരു ഫാമിലി ഇവിടെ ഉണ്ട്, നമുക്ക് ഇവരോടും കൂടി ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് ചേച്ചി ആഘോഷം? സന്തോഷത്തെ എങ്ങനെയാ പുതുവത്സരം എങ്ങനെ ആഘോഷിക്കാൻ വന്നു? എങ്ങനെ ചേച്ചി ക്യാമറ പറയാമോ? ഇവരെല്ലാം പത്തനംതിട്ടയിൽ നിന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കോഴിക്കോട് എത്തിയ ആൾക്കാരാണ്. ഇതാണ് പ്രവിധ, ആളുകൾ ഇങ്ങോട്ട് പല സ്ഥലങ്ങളിൽ നിന്ന്. നേരത്തെ നമ്മൾ കണ്ടത് മലപ്പുറം, മഞ്ചേരിക്കാർ, ഇപ്പോൾ പത്തനംതിട്ടക്കാരെ കാണുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ
കൂടുതൽ ആളുകൾ ഇങ്ങോട്ടെത്തും. സമാനമായി മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഒരു അടിച്ചുപൊളി വൈബ് തന്നെ കോഴിക്കോട് ബീച്ചിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവിത, ശരി, പ്രത്യേകിച്ച് പരിപാടിയൊന്നും അവിടെ സംഘടിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും കൂടുതൽ ആളുകൾ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളൊക്കെ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തുന്നുണ്ട്. ഈ ആഘോഷത്തിന്റെ ഭാഗമായി മിഥില ബാലനാണ് കോഴിക്കോട് ബീച്ചിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.